നമസ്കാരം. നമ്മൾ ജോഗ്രഫിയുടെ രണ്ടാം ഭാഗം കഴിഞ്ഞുവെങ്കിൽ നമുക്ക് മൂന്നാം ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഇതിൽ കൂടുതലായിട്ട് ഭൂമിയുടെ മൂവ്മെൻറ്റ്സും അതിൻ്റെ എഫക്ട്സുകളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. അതിൻ്റെ പ്രധാന പോയിൻ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് അതിനെ ഫോളോ ചെയ്ത് പഠിക്കുക. അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഞാനിപ്പോൾ ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കും. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഭൂമി അതിൻ്റെ ആ നേർ ആക്സിസിൽ നിന്ന് അല്പം ചരിഞ്ഞാണ് നിൽക്കുന്നത്. അത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഒരു 23.5 ഡിഗ്രി ഉണ്ട്. അങ്ങനെയുള്ള ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും സീസൺസ് മാറി വരുന്നതും നമുക്ക് അന്റാർട്ടിക്ക പോലെയുള്ള പ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. സോ ഈ 23.5 ഡിഗ്രി ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നതാണ്. പിന്നെ നമുക്ക് അറിയാവുന്നതുപോലെ ഭൂമിക്ക് ചുറ്റും ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഗ്യാസ് നൈട്രജനാണ്, 78%. ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ ഭൂമിയെ ടോട്ടലായിട്ട് എടുത്തല്ല. അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്, അത് 78% ഉണ്ട്. അതുപോലെ ഓക്സിജൻ 21% ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് 0.03% ഉള്ളൂ, ആർഗൺ 0.93%. ഇനി ഭൂമിയുടെ പല ഭാഗങ്ങളിലും പല ടെമ്പറേച്ചറാണ് എന്ന് നമുക്കറിയാം. കാരണം ആഫ്രിക്കൻ കൺട്രീസിൽ നല്ല ഉയർന്ന ടെമ്പറേച്ചറാണ്, യൂറോപ്യൻ കൺട്രീസിൽ നെഗറ്റീവ് വരെ വരുന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ, ശരാശരി ടെമ്പറേച്ചർ എത്ര എന്ന ചോദ്യം ചോദിച്ചാൽ 15 ഡിഗ്രി സെൽഷ്യസ്, 15 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അടുത്തതായി നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന പോയിൻ്റ് ഭൂമിയുടെ റൊട്ടേഷനെ കുറിച്ചാണ്. ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. ഇതിന് ഏകദേശം 24 മണിക്കൂർ എടുക്കുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതെങ്കിലും എക്സാക്ട്ലി 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും മാത്രമേ സമയമെടുക്കുകയുള്ളൂ. ഇത് റൊട്ടേഷൻ എന്ന രീതിയിൽ അറിയപ്പെടും. ഇതുകൂടാതെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകൂടെ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം റെവല്യൂഷൻ നടത്തുന്നതിന് എടുക്കുന്ന ടൈം നോട്ട് ചെയ്ത് വയ്ക്കണം. 365.26 ഡേയ്സ് ആണ്. അതായത് 365 ദിവസം എന്ന് നമ്മൾ പറയുമെങ്കിലും ആക്ച്വലി 365.25 ദിവസമെടുക്കും. അപ്പോൾ 4 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുമ്പോൾ അത് ഒരു ദിവസം കൂടുതലായിട്ട് വരും. അതാണ് നമ്മൾ ലീപ്പ് ഇയറായിട്ട് നമ്മൾ ഫെബ്രുവരി മാസത്തിൽ 4 വർഷത്തിലൊരിക്കൽ 29 ദിവസം ഫെബ്രുവരി വരാനുള്ള കാരണം. അതുപോലെ ഈ ഭൂമിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇതുവരെ നമ്മുടെ കണ്ടെത്തലിൽ ഭൂമി എന്ന പ്ലാനറ്റിലല്ലാതെ വേറെ എവിടെയും ജീവൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഭൂമിയുടെ റൊട്ടേഷനെ കുറിച്ച് പറഞ്ഞു. ഈ റൊട്ടേഷൻ നടക്കുമ്പോൾ ഭൂമിയിലെ പല ഭാഗങ്ങളിലും പല സ്പീഡാണ്. അതായത് ലീനിയർ മോഷനാണ് അത് എക്സിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം ഇക്വറ്റോറിയൽ റീജിയൻ തന്നെയാണ്. കാരണം ഇക്വേറ്ററിൽ അത് ഏകദേശം 1667 km/h ഇക്വേറ്ററിൻ്റെ പോർഷൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ റൊട്ടേഷൻ്റെ വേഗത ഇക്വേറ്ററിൽ നിന്ന് പോളുകളിലേക്ക് എത്തുമ്പോൾ കുറഞ്ഞു വരും. പോളുകൾ നോർത്ത് പോളിലേക്ക് ചെന്നാലും സൗത്ത് പോളിലേക്ക് ചെന്നാലും അത് കുറഞ്ഞു വരികയും പോളിൽ അതിൻ്റെ റൊട്ടേഷൻ 0 2 പോളുകളിലും. ഓക്കെ, ഈ റൊട്ടേഷൻ കൊണ്ടാണ് ഡേ ആൻഡ് നൈറ്റ്സ് ഭൂമിയിൽ വരുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ ടൈഡ് ഉണ്ടാകുന്നത്, വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് ഈ ഭൂമിയുടെ റൊട്ടേഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത്.
പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്രതിഭാസം റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ഈ ഓഷൻ കറൻസ്, അതുപോലെ ചക്രവാളക്കാറ്റുകൾ എന്ന് പറയും. അതായത് വലിയ ഭൂമിയെ പ്രദക്ഷിണം ചെയ്തിട്ട് കറങ്ങുന്ന കാറ്റുകൾ. അതുപോലെ തന്നെ ഓഷൻ കറൻറ്റുകളുണ്ട്. സമുദ്രത്തിലെ തണുത്ത വെള്ളം സമുദ്രത്തിൻ്റെ അടിയിലൂടെയും ചൂടുവെള്ളം സമുദ്രത്തിൻ്റെ മുകളിലൂടെയും ഓഷൻ്റെ മുകളിലെയും പോകുന്ന പ്രതിഭാസമാണ് ഓഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഓഷൻ കറണ്ട് സംഭവിക്കുന്നത് ദാറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ റൊട്ടേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റുകളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം. ഭൂമിയിൽ പല പല സീസണുകളും സമ്മർ, വിൻ്റർ മുതലായ സീസണുകൾ മാറി മാറി വരുന്നതിനുള്ള കാരണം ഈ റെവല്യൂഷനാണ്. അതുപോലെ രാത്രിയുടെ ദൈർഘ്യം കൂടുക, രാത്രിയുടെ ദൈർഘ്യം കുറയുക, അല്ലെങ്കിൽ ഡേ കൂടുക, ഡേ കുറയുക, ഈ പ്രതിഭാസങ്ങളൊക്കെ നമുക്ക് ഒരു വർഷത്തിൽ ത്രൂഔട്ട് വരാറുള്ളതാണ്. ഈ പ്രതിഭാസത്തിനും കാരണം റെവല്യൂഷൻ ഓഫ് ദി എർത്താണ്. അതുപോലെ ഈ റെവല്യൂഷൻ മൂലമാണ് ഭൂമിയിൽ പല വിൻഡ് ബെൽറ്റുകളുണ്ട്. ഇപ്പം മൺസൂൺ വിൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ധാരാളം വിൻഡ് ബെൽറ്റുകളുണ്ട്. ഈ വിൻഡ് ബെൽറ്റുകൾക്ക് സാധാരണഗതിയിൽ ഡിറക്ഷൻ മാറും. ആ ഡയറക്ഷൻ മാറാനുള്ള കാരണം റെവല്യൂഷൻ എന്ന് പറയുന്ന പ്രതിഭാസമാണ്. അപ്പോൾ ഒരേ സമയം ഭൂമി റൊട്ടേഷനും റെവല്യൂഷനും നടത്തുന്നുണ്ട്. അതിൽ റെവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസാണ് സീസൺ ചേഞ്ചുകളും, അതുപോലെ തന്നെ ലോങ് നൈറ്റ് ലോങ് ഡേ വേഗം വരുന്നത്, വിൻഡ് ബെൽറ്റുകളുടെ ഡയറക്ഷൻ മാറുന്നത്. അതുപോലെ ഭൂമിക്ക് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് 90 ഡിഗ്രിയിൽ നിന്ന് 23.5 ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഭൂമിയുടെ ഇക്വേറ്ററിൽ നിന്ന് 66.5 ഡിഗ്രി ഒരു ചരിവുണ്ട്. ഈ ചരിവ് ആക്ച്വലി ആ ചരിവ് മൂലമാണ് നമുക്ക് ഗ്ലോബിൻ്റെ പല ഭാഗങ്ങളിലും നൈറ്റും ഡേയും വ്യത്യാസപ്പെട്ട് വരുന്നത്. നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഡിസംബറിലൊക്കെ ആകുമ്പോൾ നമുക്ക് രാത്രി സമയം കൂടുതലും പകൽ കുറവായിരിക്കും. പക്ഷേ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെല്ലാം ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിന് കാരണം ടിൽറ്റ് ഓഫ് എർത്ത്സ് ആക്സിസാണ്, എർത്തിൻ്റെ ആക്സിസ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എക്ലിപ്സുകളെ കുറിച്ചാണ്. എക്ലിപ്സസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സോളാർ എക്ലിപ്സ്, രണ്ട് ലൂണാർ എക്ലിപ്സ്. സോളാർ എക്ലിപ്സാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ലൂണാർ എക്ലിപ്സാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ സംഭവിക്കുന്നത് സൂര്യനും ഭൂമിയും ചന്ദ്രനും ഈ റവല്യൂഷനിടയിൽ ഒരേ ലൈനിൽ വരുന്ന സമയങ്ങളിലാണ് ഇത് സാധാരണ സംഭവിക്കുന്നത്. ആദ്യം നമുക്ക് സോളാർ എക്ലിപ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. സോളാർ എക്ലിപ്സ് സാധാരണ വരാൻ കാരണം ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വന്നു പെടുന്നത് കൊണ്ടാണ്. എർത്തിനും സണ്ണിനും ഇടയിൽ മൂൺ കയറി നിൽക്കും. അങ്ങനെ മൂൺ കയറി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഭൂമിയിലെ ചില ഭാഗങ്ങളിലുള്ളവർക്ക് സണ്ണിനെ കാണാൻ പറ്റാതെ വരും. അതൊരു ടെമ്പററി സിറ്റുവേഷനാണ്, തൽക്കാലത്തേക്കാണ്. പിന്നെ മൂണ് നീങ്ങും, ഭൂമിയിൽ നീങ്ങുമ്പോൾ പിന്നെ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഈ കറക്കത്തിനിടയിൽ ചില സമയങ്ങളിൽ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും നടുവിൽ ഭൂമി വന്നു നിൽക്കും. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ ഭൂമിയും വന്നു പെടും. അങ്ങനെ ഭൂമി വന്നു പെട്ട് കഴിയുമ്പോൾ ഭൂമിയുടെ ഒരു സൈഡിലടിക്കുന്ന സൂര്യൻ്റെ പ്രകാശം, അതിൻ്റെ ഷെയ്ഡ്, മറു സൈഡിലുണ്ടാകുന്ന ഷെയ്ഡ് നേരെ പോയി മൂണിൻ്റെ മുകളിൽ പതിക്കുകയും മൂണിനെ ഭാഗികമായിട്ട് ആ സൈഡിലുള്ള ആളുകൾക്ക് കാണാൻ പറ്റാതെ വരികയും ചെയ്യും. അതൊരു ടെമ്പററി സിറ്റുവേഷൻ ആയിരിക്കുമ്പോൾ അപ്പോൾ മൂണിനെ താൽക്കാലികമായി കാണാൻ പറ്റാത്ത പ്രതിഭാസം, ദാറ്റ് ഈസ് നോൺ ആസ് ലൂണാർ എക്ലിപ്സ്. ഇതിൽ രണ്ടിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൂണാർ എക്ലിപ്സ് വരുമ്പോൾ എർത്ത് സെൻറ്ററിൽ വരും, സോളാർ എക്ലിപ്സ് വരുമ്പോൾ മൂൺ സെൻറ്ററിൽ വരും എന്നുള്ളതാണ്. കാരണം സണ്ണ് അവിടെ സ്ഥിരമായി നിൽക്കുകയാണ്, പിന്നെ മൂവ് ചെയ്യുന്നത് എർത്തും മൂണുമാണ്. ഇനി
പ്ലേറ്റ് ടെക്ടോണിക് തിയറി എന്ന ഒരു പോയിൻ്റ് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ഫ്യൂച്ചർ തന്നെ, ഭൂമിയുടെ ഫ്യൂച്ചർ തന്നെ ഈ പ്ലേറ്റ് ടെക്ടോണിക് തിയറിയിൽ അധിഷ്ഠിതമാണ്. അതായത് ഭൂമിയുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത് മാൻഡിലിൻ്റെ മുകളിൽ ആ ലോവർ ക്രസ്റ്റിൻ്റെ ഭാഗത്ത്, അതായത് ക്രസ്റ്റിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഒരു ടെക്ടോണിക് പ്ലേറ്റ് ഉണ്ട്. അതിന് താഴെ സെമി ലിക്വിഡ് സ്റ്റേജിലാണ് ക്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ദാറ്റ് ബിക്കോസ് ഓഫ് ദ അറ്റോമിക് എക്സ്പ്ലോഷൻ ഒക്കേഴ്സ് ഇൻസൈഡ് കോർ, അതായത് ഭൂമിയുടെ കോറിനകത്ത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് എപ്പോഴും അവിടെ അറ്റോമിക് എക്സ്പ്ലോഷൻസ് നടക്കുന്നുണ്ട്, ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും. ഈ എക്സ്പ്ലോഷൻസിൻ്റെ വൈബ്രേഷൻസ് മുകളിലേക്ക് വരും. ആ വൈബ്രേഷൻസ് കോറ് കടന്ന് മാൻഡിൽ കടന്ന് ക്രസ്റ്റിൻ്റെ ലോവർ പോർഷനിൽ വന്നടിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ടെക്ടോണിക് പ്ലേറ്റുകളിൽ വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ഒരു പരിധിവരെ ആ ടെക്ടോണിക് പ്ലേറ്റുകൾ തന്നെ തടഞ്ഞു നിർത്തും. ചിലത് വളരെ ശക്തമാണെങ്കിൽ അത് നമുക്ക് മുകളിൽ എർത്ത് ക്വേക്കായിട്ട്, ഭൂകമ്പമായിട്ട് അനുഭവപ്പെടാം. അപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ ഈ വൈബ്രേഷൻ നടക്കുമ്പോൾ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലിക്കും. ഈ ചെറിയ രീതിയിലുള്ള ചലനം കുറേയധികം നാളുകൾക്ക് ശേഷം ഒരു പക്ഷേ രണ്ട് കോണ്ടിനെൻറ്റിൻ്റെ ഇടയിൽ വലിയ ഓഷൻസ് രൂപപ്പെടുന്നതിനോ അല്ലെങ്കിൽ ചില കരയുടെ ഭാഗങ്ങളിൽ കുഴികൾ രൂപപ്പെടുന്നതിനോ ചില പുതിയ മലകൾ രൂപപ്പെടുന്നതിനോ ഒക്കെ കാരണമായിട്ട് മാറാറുണ്ട്. ഇങ്ങനെയുള്ള വലിയ വലിയ പ്ലേറ്റുകളും ചെറിയ ചെറിയ പ്ലേറ്റുകളും ഭൂമിയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. അതായത് നിയർലി ഒരു 7 മേജർ ടെക്ടോണിക് പ്ലേറ്റുകളാണ് ഉള്ളത്. ഒരു 15ഓളം ചെറിയ ടെക്ടോണിക് പ്ലേറ്റുകളും ഈ ഭൂമിയിൽ ഇപ്പോഴുണ്ട്. ഇവ നിരന്തരം വളരെ ചെറിയ രീതിയിൽ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പറയേണ്ട മേജർ പ്ലേറ്റുകളാണ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, അഥവാ സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റ്, അന്റാർട്ടിക് പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് മുതലായവ. അപ്പോൾ ഈ 7 വരുന്ന മേജർ പ്ലേറ്റുകളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ 15ഓളം സ്മോൾ പ്ലേറ്റുകൾ വേറെയുമുണ്ട്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ് മൂലം, വളരെ ചെറിയ മൂവ്മെൻ്റ് ആണെങ്കിൽ പോലും വർഷങ്ങൾ കൊണ്ട് അവയിൽ നിന്ന് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള പ്ലേറ്റ് മാർജിൻസ് രൂപപ്പെടാറുണ്ട്. ഒന്ന് ഡൈവേർജൻറ്റ് പ്ലേറ്റുകളാണ്, 2 കൺവേർജൻറ്റ് പ്ലേറ്റുകളാണ്, 3 പാരലൽ പ്ലേറ്റ്സ് ആണ്. അതായത് 2 ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിച്ച് ഒരു പക്ഷേ അത് ഇങ്ങനെ ഉയർന്നു വരാം. അതുപോലെ 2 എണ്ണം കൂട്ടിയിടിച്ചിട്ട് വേണമെങ്കിൽ ഉള്ളിലേക്ക് താഴാം. അപ്പോൾ അവിടെ ഗർത്തങ്ങൾ രൂപപ്പെടാം. ആദ്യത്തെ രീതിയിൽ ചിലപ്പോൾ മലകൾ രൂപപ്പെടാം. അതുപോലെ ചില ലാൻഡ് ഫോമിൻ്റെ മുകളിലേക്ക് വേറൊന്ന് സ്ലൈഡ് ചെയ്ത് കയറും. അങ്ങനെ പാരലൽ പ്ലേറ്റ്സുകൾ ഉണ്ടാകുകയും അങ്ങനെ ഒരു പ്രത്യേക പ്ലെയിൻ ലാൻഡ് മൂടപ്പെട്ടു പോവുകയും വരെ ചെയ്യാം. അങ്ങനെ 3 തരത്തിലുള്ള ലാൻഡ് ഫോംസ് ഇവിടെ രൂപപ്പെടാറുണ്ട് ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻറ്റ് കൊണ്ട്. ഒന്ന് ഡൈവർജൻറ്റ് പ്ലേറ്റ്സ് എന്ന് പറയും, അതിനെ നമ്മൾ കൺസ്ട്രക്റ്റീവ് മാർജിൻസ് എന്നും പറയും. അതുപോലെ കൺവേർജൻറ്റ് പ്ലേറ്റ്സിനെ ഡിസ്ട്രക്റ്റീവ് മാർജിൻസ് എന്ന് പറയും. അതുപോലെ പാരലൽ പ്ലേറ്റ്സിനെ കൺസർവേറ്റീവ് മാർജിൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ബൗണ്ടറി പ്ലേറ്റ് എന്നും പറയും. അങ്ങനെ 3 തരത്തിലുള്ള ലാൻഡ് ഫോംസ് നമ്മുടെ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകാറുണ്ട്. ഇനി നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ, അതായത് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞു, ഭൂമിയുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഭൂമിയുടെ ഇൻറ്റീരിയറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് 3 ഭാഗങ്ങളാണുള്ളത്: ക്രസ്റ്റ്, മാൻഡിൽ, പിന്നെ കോർ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്നതാണ് ക്രസ്റ്റ്. ഔട്ടർ ലെയറാണ് ക്രസ്റ്റ് എന്നറിയപ്പെടുന്നത്. അത് തന്നെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് അതുപോലെ താഴത്തുള്ള ലോവർ ക്രസ്റ്റും ഉണ്ട്. ഇതിൽ ഏറ്റവും കുറഞ്ഞ ഡെൻസിറ്റി ഉള്ള ഭാഗം
ഭൂമിയിലെ ഈ ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും കുറഞ്ഞ ഡെൻസിറ്റി ഉള്ളത്. അതിൻ്റെ തിക്നെസ് ക്രസ്റ്റിൻ്റെത് നിയർലി 8 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെയാണ്. അതായത് ഓഷൻ്റെയൊക്കെ അടിത്തട്ടിൽ കാണുന്ന ക്രസ്റ്റിന് വെറും 8 കിലോമീറ്റർ വരെയൊക്കെ ചിലപ്പോൾ തിക്നെസ് ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ താഴെ മാൻറ്റിൽ തുടങ്ങും. എന്നാൽ നമ്മുടെ ബാക്കി കോണ്ടിനെൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കരയുടെ ഭാഗങ്ങളിലൊക്കെ അത് 40 കിലോമീറ്റർ വരെ തിക്നെസ് ഉള്ള പോർഷൻസ് ഉണ്ട് ക്രസ്റ്റിന്. അതിലെ അപ്പർ ക്രസ്റ്റ് അതിനെ നമ്മൾ സിയാലെന്ന് വിളിക്കാറുണ്ട്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സിലിക്കയും അലൂമിനിയവുമാണ്. അപ്പോൾ സിലിക്കയുടെ SIയും അലൂമിനിയത്തിൻ്റെ ALയും ചേർത്തിട്ട് സിയാൽ, SIAL എന്ന് നമ്മളതിനെ വിളിക്കും. ഇത് ധാരാളം മിനറൽസ് അടങ്ങിയ ഒരു ഭാഗമാണ് ഭൂമിയുടെ ഈ അപ്പർ ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ ക്രസ്റ്റിൻ്റെ അപ്പർ ലെയർ എന്ന് പറയുന്നത്. അത് ഫ്രാക്റ്റൈലുമാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന സ്വഭാവം ഉള്ളതുമാണ്. അതിൻ്റെ ആവറേജ് ഡെൻസിറ്റി 2.7 ഗ്രാം പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഏറ്റവും കുറഞ്ഞ ഡെൻസിറ്റി ഉള്ള മേഖലയെന്ന് ഞാൻ പറഞ്ഞു. അത് 2.7 ഗ്രാം പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ബാക്കി മാൻറ്റിലും കോറും ഒക്കെ ഡെൻസിറ്റി വളരെ കൂടിയ ഭാഗങ്ങളാണ്. അപ്പോൾ മോൾ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് സിലിക്കയും അലൂമിനിയമാണെങ്കിൽ, താഴോട്ട് വരുമ്പോൾ എൻ്റെ ലോവർ ക്രസ്റ്റിൽ കൂടുതലുള്ളത് സിലിക്കയും മഗ്നീഷ്യവുമാണ്. അതുകൊണ്ട് അതിനെ സിലിക്കയുടെ SIയും മഗ്നീഷ്യത്തിൻ്റെ MAയും ചേർത്ത് സിമ എന്നാണ് സാധാരണ പറയുക. മാൻറ്റിലാണ്. മാൻറ്റിൽ ക്രസ്റ്റിന് നേരെ താഴെ ഏകദേശം 2900 കിലോമീറ്റർ 2900 കിലോമീറ്റർ തിക്നെസ്സിൽ കാണപ്പെടുന്ന ഒന്നാണ് മാൻറ്റിൽ എന്ന് പറയുന്നത്. ഈ മാൻറ്റിലിനെ നമ്മൾ അപ്പർ മാൻറ്റിലെന്നും ലോവർ മാൻറ്റിലെന്നും പറയും. കാരണം അപ്പർ മാൻറ്റിലിന് ഡെൻസിറ്റി കുറവും ലോവർ മാൻറ്റിലിന് ഡെൻസിറ്റി കൂടുതലുമാണ്. ഇതിൽ ഈ അപ്പർ പാർട്ട്, മാൻറ്റിലിൻ്റെ അപ്പർ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എസ്നോസ്ഫിയർ എന്ന്. അപ്പർ മാൻറ്റിലിൻ്റെ മറ്റൊരു പേരാണ് എസ്നോസ്ഫിയർ. ഇതിന് ഏകദേശം 250 കിലോമീറ്റർ തിക്നെസ്സേ ഉള്ളൂ. അതായത് മൊത്തം 2900 കിലോമീറ്റർ തിക്നെസ് ഉള്ള മാൻറ്റിലെ എസ്നോസ്ഫിയറിൻ്റെ തിക്നെസ് 250 കിലോമീറ്റർ മാത്രമാണ്. അവിടെ ഡെൻസിറ്റി മറ്റുള്ള ഭാഗത്തേക്കാൾ കുറവുമായിരിക്കും. ഈ മാൻറ്റിലിൻ്റെ ആകെ ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 5.68 ഗ്രാം പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ. നമ്മൾ കോറിലേക്ക് വരാം. ഏറ്റവും ഉൾഭാഗത്ത് കാണപ്പെടുന്ന ഏറ്റവും ഡെൻസിറ്റി കൂടിയ, അതായത് 13.6 ഗ്രാം പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ ഡെൻസിറ്റിയുള്ള ഭാഗമാണ് കോറെന്ന് പറയുന്നത്. 3500 കിലോമീറ്ററോളം ആ കോറിന് റേഡിയസ് ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2 എലമെൻറ്റ്സ് നിക്കലും അയോണുമാണ്. അതുകൊണ്ട് ഈ ഭാഗത്തെ നമ്മൾ നൈഫ് എന്നാണ് പറയുന്നത്. നിക്കലിൻ്റെ NIയും അയണിൻ്റെ Fe ചേർത്തിട്ട്. ഇതിൻ്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. നിയർലി ഒരു 2200 ഡിഗ്രിക്കും 2750 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ടെമ്പറേച്ചറുള്ള ഭാഗമാണ് കോറ്. ഈ കോറിൽ ഇത്ര ഹൈ ടെമ്പറേച്ചറിൽ നടക്കുന്ന സ്ഫോടനങ്ങളുടെ ഫലമാണ് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നതും അതുപോലെ വോൾക്കനാസ് ക്രസ്റ്റിലൂടെ പുറത്തേക്ക് വരുന്നതും എല്ലാം ഇതാണ് കാരണം. നേരത്തെ ഞാൻ പ്ലേറ്റ് മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്ലേറ്റ് മൂവ്മെൻറ്റ് മൂലവും അല്ലാതെയും ഭൂമിയിൽ പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ഉണ്ടാകാറുണ്ട്. അതായത് നമുക്കറിയാം മൗണ്ടൻസ് ഉണ്ട്, പ്ലേറ്റോസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്. ഇതിൽ മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത്. അത് തന്നെ 4 തരത്തിലുള്ള മൗണ്ടൻസ് ഉണ്ട്. അതായത് ഫോൾഡ് മൗണ്ടൻസ്, ബ്ലോക്ക് മൗണ്ടൻസ്, വോൾക്കാനിക് മൗണ്ടൻസ്, റെസിജ്വൽ മൗണ്ടൻസ്. ഇങ്ങനെ 4 തരത്തിലുള്ള മൗണ്ടൻസ് ഉണ്ട്. ഈ 4 തരത്തിലുള്ള മൗണ്ടൻസിൻ്റെ പേരും നമ്മൾ പഠിച്ചിരിക്കണം. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് പ്ലെയിനിനെ കുറിച്ചാണ്. പ്ലെയിൻ സർഫേഴ്സ്, അതായത് ലോ ലേയിങ് ലാൻഡിനെയാണ് നമ്മൾ പ്ലെയിൻസ് എന്ന് സാധാരണ പറയുന്നത്. ഇത് തന്നെ സ്ട്രക്ചറൽ പ്ലെയിനുകളുണ്ട്. സ്ട്രക്ചറൽ പ്ലെയിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു സീ ഫ്ലോറിൽ കാണപ്പെടുന്ന ലേശം പൊങ്ങി നിൽക്കുന്ന, സീ ഫ്ലോറിൽ ലേശം പൊങ്ങി നിൽക്കുന്ന ഭാഗത്തെയാണ് സ്ട്രക്ചറൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇറോഷണൽ പ്ലെയിനുകളുണ്ട്. ഇറോഷണൽ പ്ലെയിനുകളുടെ കാരണം യഥാർത്ഥത്തിൽ മറ്റു ഭാഗത്തിൽ നിന്ന്
ഈ ഏതെങ്കിലും രീതിയിലുള്ള ഇറോഷൻ മൂലം ഒഴുകി വരുന്ന മണ്ണൊക്കെ അടിഞ്ഞുണ്ടാകുന്നതാണ് ഇറോഷണൽ പ്ലെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഡെപ്പോസിഷണൽ പ്ലെയിൻ എന്ന് പറയും മൂന്നാമത്തെ തരത്തിലുള്ള. ഡെപ്പോസിഷൻ പ്ലെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ ചില ഈ ഡിപ്രഷൻസ് ഉള്ള ഭാഗങ്ങളിൽ, കുഴിയുള്ള ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ മലയുടെ അടിവാരങ്ങളിൽ, ഇവിടെയൊക്കെ പല സെഡിമെൻറ്റ്സ് അടിഞ്ഞുകൂടും. സെഡിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുമ്പോൾ ഉണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ കാറ്റടിച്ചുണ്ടാകും. എങ്ങനെയായാലും സെഡിമെൻറ്റ്സ് അടിഞ്ഞുകൂടി ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട് ഉണ്ടാകുന്ന പ്ലെയിനുകളുമുണ്ട്. അതിനെ ഡെപ്പോസിഷണൽ പ്ലെയിൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്ത ഒരു പ്രത്യേക വിഭാഗമാണ് ലാൻഡ് ഫോംസിൽ കാണപ്പെടുന്നതാണ് പ്ലേറ്റോസ് എന്ന് പറയും. പീഠഭൂമി എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിനെ പറയുന്നത്, പ്ലേറ്റോസ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു ടേബിളിൻ്റെ ടോപ്പ് പോലെ, പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ടേബിളിൻ്റെ ടോപ്പ് പോലെയുള്ള പ്രദേശമാണ്. അതിൻ്റെ ടോപ്പ് സർഫസ് നല്ല റഫായിരിക്കും. അതിൻ്റെ സൈഡുകൾ സ്റ്റീപ്പായിട്ടുള്ള സൈഡ് വാളുകളായിരിക്കും. അത് ധാരാളം പ്ലേറ്റോകൾ ഭൂമിയിൽ ഉണ്ട്. പ്രധാനപ്പെട്ട ഈ മെക്സിക്കൻ പ്ലേറ്റോ, അതുപോലെ കൊളംബിയൻ പ്ലേറ്റോ, മഡഗാസ്കർ പ്ലേറ്റോ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റോസ് ഉണ്ട്. ഇനി ഈ ഭാഗത്ത് നിന്ന് സാധാരണ ചോദിക്കാറുള്ള ചില ചോദ്യങ്ങൾ, NDA ലെവലിലൊക്കെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നാൽ ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മാറും നമ്മുടെ പഠനം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വെതറിങ്, മാസ് വേസ്റ്റിംഗ്, ഇറോഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോസസ്. നോക്കൂ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓപ്ഷൻ എ ഡിന്യൂഡേഷൻ, ഓപ്ഷൻ ബി എൻഡോജനറ്റിക് പ്രോസസ്, ഓപ്ഷൻ സി ഡയാസ്ട്രോഫിസം, ഓപ്ഷൻ ഡി മൗണ്ടൻ ബിൽഡിംഗ്. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നാൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. വെതറിങ്ങും മാസ് വേസ്റ്റിങ്ങും ഇറോഷനുമാണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഭൂമിയിലെ മണ്ണ് മാറുകയാണ്, അപ്പോൾ വിവസ്ത്രയാക്കുകയാണ് ഭൂമിയെ. അപ്പോൾ ബെസ്റ്റ് ആൻസർ ഇത് ഏതിലാണ്? ഡെന്യൂഡേഷൻ എന്ന പ്രോസസ്സാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഡിസ്കണ്ടിന്യൂറ്റീസ് സെപ്പറേറ്റ്സ് എർത്ത് ക്രസ്റ്റ് ഫ്രം ദ മാൻഡിൽ? എർത്തിലെ ക്രസ്റ്റിനെയും മാൻഡിലിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ചില ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട്. ഡിസ്കണ്ടിന്യൂ എന്നാൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലെയർ. അതുപോലെ കോറിനെയും മാൻഡിലെയും ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട്. അതുപോലെ അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റിനോട് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. മാൻഡിലിൻ്റെ തന്നെ അപ്പർ മാൻഡിലിനും ലോവർ മാൻഡിലിനും ഇടയിലുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട്. ഇതിൽ ഇവിടുത്തെ ചോദ്യം ഇതാണ്: ഏതാണ് ക്രസ്റ്റിനെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്നവയിലെ ഡിസ്കണ്ടിന്യൂറ്റി? താഴെ 4 കൊടുത്തിട്ടുണ്ട്: ഗുട്ടൻബർഗ്, മൊഹോറോവിസിക്, കൊണാർഡ്, എറപെറ്റി. ഇതിലെ കറക്റ്റ് ആൻസർ മൊഹോറോവിസിക് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു പ്ലേറ്റ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മൈനർ പ്ലേറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞു മേജർ പ്ലേറ്റും 7 മേജർ പ്ലേറ്റും 15ഓളം മൈനർ പ്ലേറ്റും ഉണ്ട്. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന 4 ഒന്ന് കൊക്കോസ് പ്ലേറ്റ്, നാസ്ക പ്ലേറ്റ്, കരോളിൻ പ്ലേറ്റ്, അന്റാർട്ടിക് പ്ലേറ്റ്. ഇതിൽ മൈനർ പ്ലേറ്റ് അല്ലാത്തത്, ദാറ്റ് മീൻസ് മേജർ പ്ലേറ്റ് ഏത്? ഇതിൽ ഈ ഉത്തരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അന്റാർട്ടിക് പ്ലേറ്റ് അത്ര ഒരു ചെറിയ പ്ലേറ്റ് അല്ല, അതൊരു മേജർ പ്ലേറ്റ് തന്നെയാണ്. അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഒരു കോണ്ടിനെൻ്റായിട്ട് എടുത്തിരിക്കുന്നത്. സോ അന്റാർട്ടിക് പ്ലേറ്റ് ആണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ടെക്ടോണിക് ആക്ടിവിറ്റി ഇൻ ഐലൻഡ് ഇൻക്ലൂഡ്സ്. ഐസ്ലൻഡിലെ ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ അഡ്വാൻറ്റേജുകളാണ് അവർ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോഴ്സ് ഓഫ് നാച്ചുറൽ ജിയോ തെർമൽ എനർജി, ക്രിയേഷൻ ഓഫ് ന്യൂ ലാൻഡ്, അട്രാക്ഷൻ ഓഫ് ടൂറിസ്റ്റ്. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതായത് ടെക്ടോണിക് മൂവ്മെൻറ്റ് ഐസ്ലാൻഡിൽ നടക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രതിഭാസം. ഇതിലെ ഓപ്ഷൻസ് നോക്കിക്കേ. സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രമേ ശരിയുള്ളൂ, ബി 2, 3 ശരിയാണ്, സി 1, 3 ശരിയാണ്, ഡി 1, 2, 3 എന്നിവ ശരിയാണ്. ഇതാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ
കറക്റ്റ് ഉത്തരം 1, 2, 3 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. കാരണം ഐസ്ലാൻഡിൽ നടക്കുന്ന ടെക്ടോണിക് ആക്ടിവിറ്റി മൂലമാണ് അവിടെ നല്ല ചൂടുള്ള വെള്ളം വരെ ഫോം ചെയ്യാറുണ്ട്. അതൊക്കെ ടൂറിസ്റ്റുകളുടെ ആകർഷണമാണ് അവിടെ. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 ശരി. നോക്കൂ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ലിത്തോസ്ഫിയർ? 1 അപ്പർ ആൻഡ് ലോവർ മാൻഡിൽ, ബി ക്രസ്റ്റ് ആൻഡ് കോർ, സി ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ, ഡി ലോവർ മാൻഡിൽ ആൻഡ് കോർ. ഈ ചോദ്യം എന്താണ്? ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് തന്നെ മാൻഡിലിൻ്റെ അപ്പർ പോർഷനും ക്രസ്റ്റും കൂടെ ചേരുന്ന ഭാഗത്തിനാണ്, ഭൂമിയുടെ ഭാഗമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ലിത്തോസ്ഫിയർ ആക്ച്വലി 2 തരത്തിലുണ്ട്. അതായത് ഓഷ്യാനിക് ലിത്തോസ്ഫിയറും കോണ്ടിനെൻ്റൽ ലിത്തോസ്ഫിയറും. കോണ്ടിനെൻസിൻ്റെ താഴെ വരുന്ന ലിത്തോസ്ഫിയർ കോണ്ടിനെൻ്റൽ ലിത്തോസ്ഫിയറും, ഓഷൻസിൻ്റെ താഴെ വരുന്ന ലിത്തോസ്ഫിയർ എന്താണ്? ഓഷ്യാനിക് ലിത്തോസ്ഫിയറാണ്. ഓഷ്യാനിക് ലിത്തോസ്ഫിയറിന് കട്ടി കുറവായിരിക്കും, മറ്റേതിന് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ. ന്യൂസിലാൻഡ് ഈസ് കൺസിഡേർഡ് പാർട്ട് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഐലൻഡ് ഗ്രൂപ്പ്സ്? ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് ഏത് ഐലൻഡ് ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്? മൈക്രോനേഷ്യ, മെലനേഷ്യ, പൊളിനേഷ്യ, ഹവായ് ഐലൻഡ് ചെയിൻ. ഇതിൽ ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് പൊളിനേഷ്യയിലെ ഏറ്റവും വലിയ ഐലൻഡാണ്. അപ്പോൾ ഉത്തരം പൊളിനേഷ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ്റ്റൽ ഡെപ്പോസിഷണൽ ഫീച്ചർ? കോസ്റ്റൽ ഡെപ്പോസിഷണൽ ഫീച്ചർ അല്ലാത്തത് ഏത്? ടോംബോളോ, ബി സാൻഡ് ബാർ, സി സ്റ്റാക്ക് ആൻഡ് 4th വൺ സ്പിറ്റ്. ഇതിലെ ഈ എന്താണ് സ്റ്റാക്ക് എന്ന് മനസ്സിലാക്കിയാൽ, അതായത് ഇതിൻ്റെ ഉത്തരം സ്റ്റാക്കാണ്. അപ്പോൾ സ്റ്റാക്ക് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതായത് ഈ സീ ആർക്കുകളൊക്കെ, കടലിലെ സീ ആർക്കുകൾ കൊളാപ്സ് ചെയ്യപ്പെടും ചില സമയങ്ങളിൽ. അപ്പോൾ കൊളാപ്സ് ചെയ്യപ്പെടുമ്പോൾ ബാക്കിയായിട്ട് നിൽക്കുന്ന റിമൈനിങ് കോളം നിൽക്കുന്നത് ഒരു ചിമ്മിനി റോക്ക് പോലെയാണ്. ചിമ്മിനി റോക്ക് പോലെ ആ കൊളാപ്സ് ചെയ്യാത്ത ഭാഗം നിൽക്കും. ഇങ്ങനെ നിൽക്കുന്ന ചിമ്മിനി റോക്കിനെ അല്ലെങ്കിൽ ആ നിൽക്കുന്ന സ്കാറിയെ പറയുന്ന പേരാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും ഡെപ്പോസിഷൻ ആയിട്ടുള്ള ഒരു ലാൻഡ് ഫോം അല്ല. പക്ഷേ ബാക്കി 3 ടോംബോലോയും സാൻഡ് ബാറും സ്പിറ്റും ഒക്കെ ഡെപ്പോസിഷനിലാണ്, എന്നാൽ സ്റ്റാക്ക് ഡെപ്പോസിഷനല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സ്റ്റാക്ക്.